ഈവനിങ്ങിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നട്ട പയറും വെണ്ടയൊക്കെ അത്യാവശ്യം വളർന്നു. അപ്പോൾ ഇതിന് വളമൊക്കെ ഇടുന്ന ഒരു ടൈമായി. അപ്പോൾ വളം ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതേപോലെ ഇതിൻ്റെ ചുറ്റിനുമൊക്കെ പുല്ലൊക്കെ പറിച്ച് നല്ല ക്ലീനാക്കി ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളങ്ങളൊന്നും മറ്റ് പുല്ലൊന്നും വലിച്ചെടുക്കാതെ ചെടി നന്നായിട്ട് വളരും. ഇനി മഴക്കാലമാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ മഴക്കാലത്ത് നടാൻ പറ്റിയതാണ് ഈ പയറും വെണ്ടയൊക്കെ. അപ്പോൾ ഇത് കുറ്റിപ്പയറാണ്. അപ്പോൾ നമുക്ക് പടർത്താനുള്ള അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ ചട്ടിയിൽ തന്നെ നിന്ന് നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ അതിന് ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് ആട്ടിൻകാഷ്ടമാണ്. ആട്ടിൻകാഷ്ടം ഒരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ വളം മണ്ണിക്കൂടി ഒലിച്ചു പോയില്ല ഈ മഴക്കാലത്ത്. മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു വളമാണ് ആട്ടിൻകാഷ്ടം. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് പൊടിയല്ലാത്ത ആട്ടിൻകാഷ്ടമാണ്. അതാകുമ്പോഴത്തേക്കും ഒന്നും കൂടി നല്ലതാണ്. ഇതിപ്പോൾ പൊടിഞ്ഞതാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് പാക്കറ്റായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. കടകളിൽ നിന്നൊക്കെ നേഴ്സറികളിലൊക്കെ ചോദിച്ചാലായിട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് ഈ പോട്ടിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ പച്ചക്കറി വേസ്റ്റാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് അതിലുള്ള പുല്ലൊക്കെ മാറ്റി ഒരു തടം പോലെയൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വളം മാത്രമല്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത്, മറ്റ് 2 വളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം. പുല്ല് പിഴുത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി പിഴുതെടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോട്ടിൽ തന്നെ വെക്കാം. ഈ പോട്ടിൽ ഞാൻ താഴെ പച്ചക്കറി വേസ്റ്റ്, മേളിൽ ന്യൂസ് പേപ്പറാണ് ഇട്ടിരിക്കുന്നത്. പച്ചക്കറി വേസ്റ്റ് ചെടികൾക്ക് ഒരു നല്ല വളമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റൊക്കെ ഒരു തലവേദനയായിട്ട് മാറില്ല. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ വെക്കാം. ഇത് ഞാൻ എൻ്റെ പോട്ടിൽ അഡീഷണലായിട്ട് വളർന്ന് കിട്ടിയ ഒരു വെള്ളരിയാണ്. അപ്പോൾ ഞാനത് ഒരു ഈർക്കിലേക്ക് കുത്തി കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അത് മാറ്റി നടണം. അല്ലെങ്കിൽ ഇതിൽ തന്നെ നിന്ന് പയറിൻ്റെ കൂടെ നമുക്ക് ഏത് ചെടി വേണമെങ്കിലും വെക്കാം. കാരണം പയർ നൈട്രജൻ അതിൻ്റെ വേരിലൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ള ചെടികൾ വളരാനായിട്ട് വളരെ നല്ലതാണ്. പയറും വെണ്ടയും കൂടിയാണ് സാധാരണ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ വെണ്ട നന്നായിട്ട് വളർന്നു കിട്ടും. കൂട്ടത്തിൽ ഇപ്പോൾ നമുക്കൊരു വെള്ളരിയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആട്ടിൻകാഷ്ടം ഇട്ട് കൊടുത്തു. കൂടാതെ ഇട്ട് 2 വളം കാണിക്കാം. ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ചെടികളുടെ വേരിന് നല്ല ബലമൊക്കെ കിട്ടാനും ചെടി തഴച്ച് വളരാനൊക്കെ സഹായിക്കും. അപ്പോൾ എല്ലുപൊടിയും നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വളങ്ങളൊക്കെ ചേർക്കുമ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കീടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ചെടികളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കീടങ്ങളുടെ ആക്രമണമുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. ഈ വേപ്പിൻ പിണ്ണാക്ക് ചെടികളിൽ കീടങ്ങളുടെയൊക്കെ ശല്യം ഒരു പരിധി വരെ കുറയ്ക്കും. നമുക്ക് പിന്നെ വേപ്പെണ്ണയൊക്കെ വല്ല ഇടയ്ക്കൊക്കെ അടിച്ചു കൊടുത്താൽ മതി. പുല്ലൊക്കെ പിഴുതിട്ട് ഇതേപോലുള്ള ഒരു പോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ ഒക്കെ നമുക്ക് ഇതേപോലെ വെക്കുകയാണെങ്കിൽ നല്ലൊരു നൈട്രജൻ വളമായിട്ട് നമുക്ക് അത് മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു നൈട്രജൻ വളമാണ് ഈ പുല്ല്. അത് വെള്ളത്തിലിട്ട് അത് ഡയലൂട്ട് ചെയ്ത് ഒഴിക്കാം. മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് നോക്കിയതിൻ്റെ നല്ലൊരു രീതിയിൽ എനിക്ക് പിടിച്ചു കിട്ടിയ ഒരു മുളകാണ്. അപ്പോൾ അതിന് ഞാൻ ഈ വളങ്ങളൊക്കെ തന്നെ ഇട്ടു. ഇതിൽ മുളകൊക്കെ പിടിച്ചു വരുന്നുണ്ട്. കാലത്ത് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് മുളക്, വെണ്ട, പയർ, പാവലും നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ ഇതിനൊന്നും വലിയ രീതിയിൽ വെയിലിൻ്റെ ആവശ്യമില്ല. ഇപ്രാവശ്യം പാവൽ നല്ല രീതിയിൽ പടർന്ന് പന്തലൊക്കെ കഴിഞ്ഞ് നമ്മുടെ മൈലാഞ്ചിയിൽ കയറിയിട്ട് അതിലാണ് ഉണ്ടായി കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു തോട്ടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളതൊക്കെ എടുത്തത്. ഇടശല്യമൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്ന ഒന്നാണ് ഈ വഴുതനയുടെയും ചുവട്ടിലെയും പുല്ലൊക്കെ മാറ്റി അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മഴക്കാലത്ത് വഴുതനയും നന്നായിട്ട് വളരും. കുറേ ചെടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നോക്കാനായിട്ട് പറ്റില്ല. ഒരു 10 ചെടിയൊക്കെ വീതമാണ് എല്ലാ ദിവസവും വൈകുന്നേരവും ഞാൻ അതിന് വേണ്ട വളങ്ങളും കീടങ്ങളും നിയന്ത്രിക്കാനുള്ള കീടനാശിനിയൊക്കെ തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യമൊക്കെ എനിക്ക് ഒരു ദിവസം വേണ്ട പച്ചക്കറികളൊക്കെ കിട്ടാറുണ്ട്. കാലാവസ്ഥ അനുസരിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെയുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കാലാവസ്ഥ അനുസരിച്ചുള്ള കൃഷി രീതിയാണ്. മഴ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചെടികളൊക്കെയാണ് വെക്കുന്നത്. ഇത് നമ്മുടെ ഒരു മണിത്തക്കാളിയാണ്. ഇത് സാധാ തക്കാളിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് വിളവെടുത്തതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യത്തിനൊക്കെയുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഇടുന്ന എഫോർട്ടിനുള്ള പച്ചക്കറികളാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഇതിന് വേണ്ടി അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. ഒരു ദിവസം കുറച്ച് സമയം മാത്രമാണ് ഇടുന്നത്. അപ്പോൾ എനിക്ക് നടുന്നതാണെങ്കിലും വിളവെടുക്കുന്നതാണെങ്കിലും ഒക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അടുത്ത ദിവസങ്ങളിലും എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി വളരെ എഫോർട്ട്ലെസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നാളെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പുതിന മാറ്റി നടൽ. അപ്പോൾ ചെറിയ പോട്ടിലാക്കി നല്ല ഹാങ് ചെയ്തൊക്കെ ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വളർത്തിയതാണ്.
ഇത് സാമ്പാർ പയറാണ്. നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു തക്കാളിയും ഉണ്ട്. ഇത് അടതാപ്പ്, ഇയർ പൊട്ടറ്റോ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയുടെ വിത്താണ്. അപ്പോൾ അത് നമ്മുടെ ഗ്രോ ബാഗിൽ, ഒരു ചെറിയ ഗ്രോ ബാഗിലാണ് ഇപ്പോൾ നട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ചാക്കിലോ മണ്ണിലോ ഒക്കെ നട്ടാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടൂ. തൽക്കാലത്തിന് ഞാൻ അതിൽ നട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഈ മുളക് ചെടിയിൽ നിന്ന് നിറയെ മുളക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനും ഞാൻ ഈ പറഞ്ഞ വളങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് വീണ്ടും പ്രചോദനമാകുന്നത്. അപ്പോൾ കൃഷി ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. കൃഷി എനിക്ക് അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന്, അത് പ്രോത്സാഹനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാനായിട്ട് പറ്റൂ.